ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അടുത്തൊരു 4 ബ്രൗൺ ലിപ്സ്റ്റിക്കും പിന്നെ ഒരു റെഡ് ബ്രൗൺ മെറൂൺ കളർ ലിപ്സ്റ്റിക്കും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ സ്കിൻ ടോണിനും, എസ്പെഷ്യലി നമ്മുടെ സ്കിൻ ടോണിനും കേട്ടോ. അതിൻ്റെതും ഒരു ഡസ്കി സ്കിൻ ടോൺ എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ പിഗ്മെൻറ്റഡ് ആയൊരു ലിപ്സും അതിനും കൂടി പറ്റിയതാണ്. അതിൻ്റെ ലിപ്പ് ഇങ്ങനെയാണ് ഉള്ളത്. ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ലിപ് ബാം അപ്ലൈ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്നാണെങ്കിൽ. അപ്പം നമ്മുടെ ലിപ്പ് ഡ്രൈ ആവാതിരിക്കും ചെയ്യും. നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും കേട്ടോ. അതായത് നമ്മൾ നല്ല SPF ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുന്നത് സെബമെഡിൻ്റെതാണ്. അടുത്ത് എനിക്ക് വിഷ്കേറിൻ്റേത് ട്രൈ ചെയ്യണമെന്നുണ്ട്. വിഷ്കേറിന് യൂസ് ചെയ്താൽ 1 വീക്കോട് കൂടി തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞു വരും കേട്ടോ. അപ്പം നിങ്ങൾ തേക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൂടെ ഒന്ന് പറയാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. എനിക്ക് ലൈക്ക് അപ്ലൈസ് വാങ്ങാനാണ്. നല്ലതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ടൊക്കെ എന്നോട് റെക്കമെൻഡ് ചെയ്തിരുന്നു അത് വാങ്ങാൻ. അപ്പോൾ ഞാൻ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ 5 ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഈ മാഴ്സിൻ്റെ ഗേൾ പവർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ലിപ് ക്രയോൺ ആണ്. ഗേൾ പവർ 10 ആണ് കേട്ടോ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഞാനിതും യൂട്യൂബിൽ നോക്കിയിട്ട് വാങ്ങിയതാണ്. ബട്ട് എനിക്കിത് സ്യൂട്ട് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കിഷ്ടപ്പെടില്ല. അപ്പോൾ അത് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ആവശ്യത്തിന് എടുത്തിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഞാൻ എടുക്കാൻ എൻ്റെ ഇതിൻ്റെ ഇതില്ലാത്തത് കൊണ്ടാണ്. വാ, എനിക്കിതിൻ്റെ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഓറഞ്ചോ മെറൂണോ ഒക്കെ ഷെയ്ഡായിട്ടുണ്ട് തോന്നിയിട്ടുള്ളത്. ബട്ട് നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൈ ഗോഷ്, ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതേ കയ്യിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. ലൈക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടാണ്. എനിക്കെൻ്റെ ലിപ്പിൽ തോന്നുന്നത് ഒരു ഓറഞ്ച് കളറായിട്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് സ്മഡ്ജ് പ്രൂഫ് ചെറുതായിട്ടാണ്, പക്ഷെ അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഫസ്റ്റത്തെ ഇതാണ്. ഇനി നമുക്ക് അടുത്തത് യൂസ് ചെയ്യാനുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ കറൻറ്റ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സുഡിയോൻ്റെയാണ് കേട്ടോ. സുഡിയോൻ്റെ മാറ്റ് ചെസ്റ്റ്നട്ട് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ലിപ്സ്റ്റിക്ക് തോന്നായിട്ടുള്ളൊരു ക്ലോത്താണേ, അതുകൊണ്ടാണ് ഇത്ര ചാളി. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. നമ്മുടെ ഗേൾ പവറിൻ്റെ കുറച്ചും കൂടി ബ്രൗൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറയുന്നത് ഡ്രൈ അല്ല കേട്ടോ. നമുക്കൊരു എന്താ പറയുക, ലീവായിട്ടൊരു ഫീലൊക്കെ തോന്നിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാ ലിപ് ബാം ഇട്ട പോലെ തോന്നും, പക്ഷേ ലിപ് ബാം ഇട്ടിട്ടില്ല. ഇത് എങ്ങനെയൊന്ന് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഇതാ ഇങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ഇതിങ്ങനെ കേൾക്കും. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മറ്റേ ലിപ്സ്റ്റിക്ക് പോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. പക്ഷെ നമുക്കിത് നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ, പക്ഷേ നമുക്കിത് കാണാത്ത രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് ഞാൻ കോളേജിലേക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. കാരണം ഇതൊരു റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാം. കാരണം ഇവിടെയൊക്കെ ബ്രൗൺ വന്നിട്ട് ലാസ്റ്റാണ് നമുക്ക് അലിമാണ് ഗൈസ്. നമുക്ക് തേർഡ് ഇത് യൂസ് ചെയ്യാം. കാരണം നടുക്കതാകുമ്പോൾ പിന്നെ മറ്റേത് രണ്ടും താഴ്ത്താം. അപ്പോൾ ഇത് യൂസ് ചെയ്യും. ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടൊരു
3 or 4 month ഒക്കെ ആയിട്ട് നോക്കാം. ഞാൻ കോളേജിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഓഷുന്നോ അങ്ങനെ തന്നെയാണ് തോന്നുന്നു. അത് നമുക്ക് ഈ ലിപ്സ്റ്റിക് വൈപ്പ് ചെയ്ത് കളയാം. ഓൾ സെറ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ് ബാം അപ്ലൈ ചെയ്യും. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നില്ല. എപ്പോഴും ഇങ്ങനെ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ല. ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 6 ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നല്ലതല്ലെന്ന് ഉദ്ദേശിച്ചിട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലായി. സോറി ഗൈസ്. ഇതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇങ്ങനെ നോക്കിക്കോളൂ. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് വേറൊരു ഷെയ്ഡാണെന്നല്ലേ. നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഏതാ ഷെയ്ഡെന്ന് പോലും എനിക്കറിയത്തില്ല. സാധാരണ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തെടുക്കുക. ആവശ്യത്തിന് മാത്രമേ കിട്ടുള്ളൂ. വാ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിതിൻ്റെ കൂടെ ലിപ് ലൈനറും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കോളേജിലേക്ക് എനിക്കൊരു റെഡ് ലൈക്ക് മെറൂണ സംതിങ് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് പാകത്തൊരു ഷെയ്ഡ് എനിക്ക് കിട്ടുന്നില്ല. റെഡൊക്കെ ഇട്ടാൽ ഓ മൈ ഗോഡ് എനിക്കൊന്നും ചേരില്ല കേട്ടോ. ഞാൻ ഇതിട്ടാണ് പോവാറും. ഇനി നമുക്കിത് മായ്ച്ചു കളഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് കിടക്കാം. ഓക്കെ, പിന്നെ താഴേക്കായിട്ടുള്ള അതാണ് ഇത് നമ്മുടെ ഫേസ് കനഡയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്. ഇതിൻ്റെ 2ാമത്തെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ താത്ത വാങ്ങിയതാണ് ഓക്ക് വേണ്ടിയിട്ട്. അവിടെ എനിക്ക് പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല. അഫോർഡബിൾ റേറ്റ് ലൈക്ക് 250 സംതിങ്ങിനോ അതോ 300-നൊക്കെ നന്നായിട്ട് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. നമുക്ക് അപ്ലൈ ചെയ്തതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കൊടുക്കാം. നമ്മുടെ മറ്റേ 2 ബ്രൗണിനെക്കാട്ടിലും കുറച്ചും കൂടി കളർ തോന്നിക്കുന്നത് ഇതിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ഇതൊന്ന് ഇട്ട് നോക്കാം. എപ്പോഴും കൈ വെച്ചിട്ടാണ് ആദ്യം ലൈക്ക് ഇങ്ങനെ എടുക്കും, എന്നിട്ട് കൈയായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെ നമുക്ക് ഇഷ്ടത്തോടെ കിട്ടും ഗൈസ്. നമ്മുടെ എല്ലാ സ്കിൻ ടോണിനും ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. സാധാരണ എനിക്ക് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ഇഷ്ടമല്ല. ബട്ട് ഇതിൻ്റെ കൂടെ ലിപ്പ് ലൈനറും കൂടെ ഒരു മെറൂൺ കളർ ലിപ്പ് ലൈനർ കൂടെ ഇടുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെ അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നതും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. അതായത് 3rd മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് അതെന്ന് പറയുന്നത് പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രൗൺ മിസ്chief എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഇത് രണ്ടും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഫേസ് കനഡേനെ നമുക്ക് തുടച്ചിട്ട് നമ്മുടെ പിൽഗ്രിം പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒരു ലിപ്പ് കണ്ടിട്ട് എനിക്കെന്ന് ചിരി വരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലിപ്പ് ഇങ്ങനെ തുടക്കം പാടില്ല, നമ്മൾ നല്ല വെറ്റായിട്ടുള്ളതൊക്കെയാണ് പറ്റുക. അപ്പോൾ ഇത് പിൽഗ്രിം നമ്മുടെ ലാസ്റ്റ് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ 3rd ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നമുക്കിതിൽ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡിഫറൻസും ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി തോന്നുന്നു ഇത് നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ് എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ 6. അപ്പോൾ നമുക്കിനി ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇത് നന്നായിട്ടൊരു 5 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. എൻ്റെ ഈ 6 ലിപ്സ്റ്റിക്കും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് നിങ്ങളോട് റിവ്യൂ പറയുന്നതാണ് കേട്ടോ. എനിക്ക് കോളേജിലേക്കാണെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റി മറിച്ചിടും. അതുകൊണ്ടാട്ടോ ഞാൻ റിവ്യൂ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളോട് റിവ്യൂ പറയുന്നത്. പിൽഗ്രിംസിൻ്റെ ഷെയ്ഡ് എനിക്കിത് കുറച്ചുകൂടി തോന്നുന്നു ഇതാണ് ഒന്നും കൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് സ്മഡ്ജ് പ്രൂഫാണ്, പക്ഷേ നമ്മൾ കുറച്ചേ ഉള്ളു വരുന്നത്, പക്ഷെ ബാക്കി നമ്മുടെ ലിപ്പിലേക്ക്. അപ്പോൾ ഇതാ എനിക്ക് കുറച്ചുകൂടി ഇതാണ് ഇത് മൂന്നുമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇതിൽ രണ്ടിലും എനിക്ക് ചൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. രണ്ടും എനിക്ക് ഇഷ്ടമുള്ളതാണ്. ലിപ് ലൈനർ ഇടുമ്പോൾ ഇത് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇത് ലിപ് ലൈനറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വേറെ ഇങ്ങനത്തെ വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ബൈ.